ഹലോ ഹലോ, ഒന്ന് കരിഞ്ഞതാണേ. കൊട്ടൻ ചുക്കാതിൽ ചെഞ്ചല്ലി ഇടേണ്ട നേരം നോക്കി നമ്മുടെ രാമസ്വാമി ചായ കുടിക്കാൻ പോയി. അയാളെ നമുക്ക് സസ്പെൻഡ് ചെയ്യണം. ചെഞ്ചല്ലി ഞാൻ തന്നെ അങ്ങോട്ട് ചേർത്തു, പക്ഷെ അത് മുഴുവനും പൊങ്ങു പോയി. ഹലോ ഹലോ, ചേർക്കേണ്ട സമയത്ത് ചേരുവകൾ ചേർത്തില്ലെങ്കിൽ അത് കമ്പനിക്ക് നഷ്ടമല്ലേ? ഹലോ ഹലോ ഹലോ. ഓ, ഇതും കരിഞ്ഞു പോയി. ഞാനിവിടെ ഉണ്ട്. ഇതേതായി ചെറുത്താൻ ആരെയാളെ കയറ്റിവിട്ടത്? എടോ കമ്മത്ത് വിടാനല്ലേ ഞാൻ പറഞ്ഞത്. ഞാനാണ് കമ്മത്ത്. എടോ താനെങ്ങനെ ഇങ്ങനെയാടോ? ഞാൻ പറഞ്ഞില്ലേ ഞാൻ കരിഞ്ഞു പോയിന്ന്. മനുഷ്യനാകെ ടെൻഷൻ അടിച്ചിരിക്കുക. എടോ കണക്ക് ബോർഡ് മീറ്റിംഗ് വെക്കാൻ ഞാൻ പറഞ്ഞതല്ലേ? അതെ. അതിന് വയ്യെങ്കിനെ ഏൽപ്പിക്കാൻ ഞാൻ പറഞ്ഞതല്ലേ? അതെ. ഇത് രണ്ടും ചെയ്തില്ലല്ലോ? അതെ. ഇല്ല. വേണ്ടാത്ത ഏടാകൂടെ ഒപ്പിച്ചിട്ട് കേറി വന്നിരിക്കുന്നു. ഞാൻ ഇങ്ങോട്ട് വരാൻ തുടങ്ങിയായിരുന്നു. എനിക്കറിയില്ലേ രാവിലെ ഇവിടെ മീറ്റിംഗ് ഉള്ളത്. പക്ഷെ അപ്പോഴേക്കും തീയും കരിയും പുകയൊക്കെ ആയില്ലേ. കമ്പനിക്ക് നഷ്ടം വരുന്നു എന്ന് എനിക്ക് സഹിക്കില്ല. ഇത്രയുള്ളപ്പോ വന്നതാ ഞാനിവിടെ. രവീന്ദ്രനാഥൻ സാറുള്ളപ്പോ. മതി 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 മതി. തനിക്ക് എന്തു പറഞ്ഞാലും രവീന്ദ്രനാഥ് സാറ്. എടോ ആ ആസ്മ പ്രോജക്ടിന്റെ ഷെയർ ഇറക്കുന്നതിനെ കണക്ക് ചോദിക്കാൻ തന്നെ ഞാൻ വിളിപ്പിച്ചത്. 1 കോടിയുടെ ഷെയർ ഇറക്കാനാ ബോർഡിന്റെ തീരുമാനം. എല്ലാവരും ആചാര്യ ഫാർമസ്യൂട്ടിക്കലിന്റെ ഷെയർ വാങ്ങിയാൽ നന്നായിരുന്നു. മരുന്നുണ്ടാവണം, അതാ പ്രധാനം. ഒന്ന് നിർത്തോ. എന്ത് ചോദിച്ചാലും മരുന്നുണ്ടാവണം മരുന്നുണ്ടാവണം. എന്താണ് മരുന്നുണ്ടാവത്തില്ലേ? ഉണ്ടാവണല്ലോ, അതിനാണല്ലോ പ്രൊജക്ട്. പക്ഷെ സാക്ഷാൽ ധന്വന്തിരി തന്നെ കൊണ്ടുവന്ന് തരണല്ലോ. ധന്വന്തരിയോ? അതാരാടോ ഈ ധന്വന്തരി? ചരചന്ദ്രൻ പോലെ. കമ്മത്തെ 50 ലക്ഷത്തിന്റെ ഷെയർ ഗൗരിയുടെ പേരിൽ എടുത്താലോ എന്ന് ഞാൻ ആലോചിക്കുകയായിരുന്നു. നല്ല കാര്യം. ഗൗരിയുടെയും ശിവയുടെയും കല്യാണം കഴിയുമ്പോ അവര് കമ്പനി നടത്തണമല്ലോ. വേണല്ലോ. ഞാൻ ആലോചിച്ചിട്ട് വേറെ ആരുടെങ്കിലും പേരിൽ എടുത്തിട്ട് അവൻ വരുമ്പോ അങ്ങോട്ട് മാറ്റി കൊടുത്താൽ മതിയല്ലോ. എന്നാ പിന്നെ ഗൗരിക്കുട്ടി വന്നിട്ട് എടുത്താ പോരെ? അതുവരെ ഷെയർ മാർക്കറ്റിൽ കിടക്കാൻ പോവാ? ഇല്ല, അതും ശരിയാ. എടോ കമ്മത്തെ, തൽക്കാലം ഷെയർ തന്റെ പേരിൽ എടുത്തിട്ട് ഗൗരി വരുമ്പോ മാറ്റി കൊടുത്താൽ മതിയല്ലോ. എന്താ ദേവിയമ്മേ, ഇന്ദിരയും ശിവയെ ഉറങ്ങിയോ? ഇല്ല, കഴിക്കുക. ആ ശരി. രാജേട്ടാ ഇരിക്കി, കഴിക്കാം. അയ്യോ വേണ്ട, ഞാൻ വരുന്ന വഴിക്ക് ക്ലബിൽ നിന്ന് കഴിച്ചായിരുന്നു. ഇത്തിരി പുഡിംഗ് കഴിക്കുന്നു രാജമാമേ? ആ ഇനി അതും കൂടിയേ വേണ്ടു. അല്ലെങ്കിൽ തന്നെ ഷുഗർ ഫാക്ടറി മാക്സിമം പ്രൊഡക്ഷനാ. ഓ, ഇനിയിപ്പോ തുടങ്ങിക്കോളും ഫാക്ടറി കാര്യങ്ങള്. പാതിര വരെ പറഞ്ഞാലും തീരില്ലല്ലോ ഏട്ടനും അനിയത്തിക്കും. ഞാൻ പോവാ. ഓക്കെ, ഗുഡ് നൈറ്റ്. ഫാക്ടറിയുടെ കാര്യമെന്ന് അവള് പറഞ്ഞപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത്. എന്താ രാജേട്ടാ കമ്മത്ത് പറയുന്നത്? ഗൗരിയുടെ ഷെയർ അയാളുടെ പേരിൽ എടുക്കണമെന്ന് രാജേട്ടൻ പറഞ്ഞു. ഞാൻ പറഞ്ഞെന്നോ? എന്തിനാ അത്? എടുക്കുകയാണെങ്കിൽ ഗൗരിയുടെ പേരിൽ എടുത്തുകൂടെ? അല്ലെങ്കിൽ ശിവയുടെ പേരിൽ എടുത്തുകൂടെ? ആ കമ്മത്തിന് വട്ട എന്ന് എനിക്കും തോന്നി. ഈയിടെയായി അയാൾ പറയുന്നതിനൊന്നും പാലും തുമ്പും ഇല്ല. എനിക്ക് കുറച്ച് വെള്ളം വേണമായിരുന്നു. നീ എന്ത് പണിയായി കാണിക്കുന്നു? ഇത്രയും ആളുകൾ വരുന്ന സ്ഥലത്ത് ഇതിങ്ങനെ പ്രദർശിപ്പിച്ചു വെച്ചാൽ ഇതിനേക്കാൾ കൂടുതൽ ആൾക്കാർ കാണുന്ന വെബ്സൈറ്റിലാണ് ഇനി ഇത് വരാൻ പോകുന്നത്. നമ്മുടെ ഭാഗ്യത്തിന് യൂസഫ് നമുക്ക് അയച്ചു തന്നു, വേണമെങ്കിൽ ഉപയോഗിച്ചെന്നും പറഞ്ഞു. ഉപയോഗിച്ചില്ലെങ്കിൽ ഈശ്വരൻ നമ്മളെ ശിക്ഷിക്കില്ലേ? നന്ദു, പുഷ്കരാക്ഷന്റെ കടം തീർക്കണ്ടേ നമുക്ക്? വിത്തിൻ 24 hours നീ എന്താണ്ട ചെയ്യുമെന്ന് വീമ്പിളക്കിയിട്ട് ഇപ്പൊ 3 ദിവസമായി. അയാൾ എപ്പോഴാ ഇതൊക്കെ എടുത്തോണ്ട് പോകുന്ന ആർക്കറിയാം? ഞാൻ ടെലിഫോണിൽ കോണ്ടാക്ട് ചെയ്യാൻ പോവല്ലേ. ആരെ? ബ്ലേഡ് പുഷ്കര? ബാംഗ്ലൂർക്ക് ഈ സുന്ദരിമാരെ. ഹലോ, ബാംഗ്ലൂരല്ലേ? ഹലോ. എടുത്ത് ഹായ്, ഐ എം ശിവരഞ്ജിനി. ഞാൻ നന്ദു. ഒരു ഇമെയിൽ അയക്കാനുണ്ടായിരുന്നു ബാംഗ്ലൂർക്ക്. അയ്യോ, ഞങ്ങളിപ്പോ ബാംഗ്ലൂർക്ക് ഫോൺ ചെയ്തോളൂ. ആർക്ക്? മദ്രാസിന്, മൈസൂർ. ഇവനിങ്ങനെ ഫോൺ കിട്ടി കഴിഞ്ഞാൽ ബാംഗ്ലൂർ, മദ്രാസ്, മൈസൂർ ഇങ്ങനെ ഫോൺ ചെയ്തോണ്ടേയിരിക്കും. ഇല്ല എത്രയെന്ന് അറിയാവോ? ഞാനൊരു മെസ്സേജ് സെൻഡ് ചെയ്തോട്ടെ? അപ്പൊ ഇമെയിൽ പോകുന്നില്ല. ആണോ? പോകുന്നില്ല. അപ്പൊ പോണില്ല. ഓ, സെർവർ ഡൗൺ ആയതായിരിക്കും. ഞാൻ നോക്കട്ടെ. അല്ല, മാഡം
ബ്ലഡി നോൺസെൻസ് ഇഡിയറ്റ്സ്. പറ എവിടെ കിട്ടിയത്? ഇന്റർനെറ്റ് കാഫേ എന്നും പറഞ്ഞ് മാന്യമായി ജീവിക്കുന്ന പെൺകുട്ടികളുടെ ഫോട്ടോ സംഘടിപ്പിച്ച് തല വെട്ടി മാറ്റി ഒട്ടിച്ച് ചെറ്റത്തരം കാണിക്കുന്നോ? ഓഹോ, ഇതിനാണല്ലേ ബാംഗ്ലൂർക്ക് ഫോൺ ചെയ്തത്, പൈസ വല്ലതും തടയാൻ നോക്കാൻ. യു ബ്ലഡി ബ്ലാക്ക് മെയിലേഴ്സ്. പരിപാടി ഇന്ന് ഞാൻ അവസാനിപ്പിക്കും. സിസ്റ്റർ, ബഹളം വെച്ച് പ്രശ്നം ഉണ്ടാക്കരുത്. ഒന്ന് പച്ച പിടിച്ചു വരിക. ഞങ്ങളിത് സീരിയസ് ആയിട്ട് ചെയ്തല്ല, ഒരു ടൈം പാസ്. പെൺകുട്ടികളുടെ മാനം വെച്ചിട്ടാണോ നിന്റെയൊക്കെ ടൈം പാസ്? ഞങ്ങളൊന്നും തലവെട്ടി മാറ്റി ഒട്ടിച്ചിട്ടൊന്നുമില്ല. ഇത്തരത്തിലുള്ള ഫോട്ടോക്ക് പോസ്റ്റ് ചെയ്യുമ്പോ ആലോചിക്കണമായിരുന്നു. ഓഹോ, താൻ എന്നെ പെരട്ടാണല്ലേ? എന്താ തന്റെ ഉദ്ദേശം? കമ്പ്യൂട്ടറിനും ഇന്റർനെറ്റിനും ചില ഇന്റർനാഷണൽ റെഗുലേഷൻസ് ഉണ്ട്, എത്തിക്സ് ഉണ്ട്. അതൊക്കെ മറന്നിട്ട് അല്ല എന്താ പെങ്ങളെ പ്രശ്നം? പെൺകുട്ടികളുടെ ഫോട്ടോ എടുത്ത് കമ്പ്യൂട്ടറിലിട്ട് തുണിയില്ലാതൊക്കെ ഇവന്മാര് ഈ സ്റ്റുപ്പിഡ്സ്. അത് ശരി, വായിക്കൊള്ളാത്ത പേരെഴുതി വെച്ചിരിക്കുന്ന കണ്ടപ്പോഴേ തോന്നിയതാ നിങ്ങൾ തരികിടക്കാരാണെന്ന്. കുട്ടി വിഷമിക്കണ്ട, ഇവരെ ഞങ്ങൾ നോക്കിക്കോളാം. പതുക്കെ. ആ, പ്രകാശനം. വരണം വരണം. എപ്പോ എത്തി? 2-3 ദിവസമായി. വിവരങ്ങളൊക്കെ കേട്ടു. ആകപ്പാടെ പ്രശ്നമല്ലേ എന്തോട്ടെ? ഏയ്, വെള്ളത്തിന് ചൂട് കൂടുതലാണ് കേട്ടോ. ഭവാനി പറഞ്ഞിരുന്നു നീ വന്ന കാര്യം. എന്താ ഇങ്ങോട്ട് കാണാത്തേന്ന് വിചാരിക്കായിരുന്നു. മോളെ പോയി ചായ എടുക്ക്. ആധാരം കൊണ്ട് പുഷ്കരാക്ഷന്റെ അടുത്ത് പോയപ്പോ ഞാൻ പറഞ്ഞതാ, കേട്ടില്ല. മുഖം വീർപ്പിച്ച് നടന്നു. കിട്ടിയില്ലേ? അയാൾ ആ കമ്പ്യൂട്ടർ എടുത്തോണ്ട് പോകുന്നെങ്കിൽ പൊക്കിയോട്ടൊന്ന് വെക്കാൻ മേലായിരുന്നില്ല നന്ദേട്ടന്? അതെങ്ങനെ? അത് കൊണ്ടുപോയ പിന്നെ ഞങ്ങളെന്തോ ചെയ്യും? എതിർത്ത് നോക്കി. 5-6 തടിയന്മാരെ കൊണ്ട് അയാൾ വന്നത്. എണീറ്റ് നടക്കാറാവുമ്പോ ഇനിയും പോവില്ലേ? പുതിയ ബിസിനസ് തുടങ്ങാനെന്നും പറഞ്ഞ് പൊയ്ക്കോ. എന്നിട്ട് കിട്ടുന്നൊക്കെ പോയി വാങ്ങിച്ചോ. ആ, പുതിയ പ്ലാനുമായിട്ട് എത്തിയിട്ടുണ്ട്. അമ്മ പറഞ്ഞത് ശരിയാ, പുതിയൊരു പ്ലാൻ കിട്ടിയിട്ടുണ്ട്. ഇതെന്ത് പറ്റി? ആരെങ്കിലും തല്ലി ഓടിച്ചാണോ? ഇത് ഡേറ്റ് ഓഫ് ബർത്തിൽ ഇങ്ങനെ. എനിക്കുള്ള താങ്ക് യു. അതെ, ഇവരുടെ കാര്യത്തിൽ തീരുമാനമായില്ലേ? ഇതിങ്ങനെ വെച്ച് നീട്ടിക്കൊണ്ട് പോയാലുണ്ടല്ല, അവസാനം രണ്ടും ഒളിച്ചോടി പോകും. എന്തോ? എന്താ? അമ്മ വിളിച്ചു. ഞാൻ കേട്ടില്ലല്ലോ. ഞാൻ കേട്ടു. അതെ, ഇനി എന്നാ നീ ഇവരുടെ കല്യാണം നടത്താൻ പോണത്? എങ്ങനെയെങ്കിലും നടത്തണം. ഒന്ന് പച്ച പിടിച്ചിട്ടാകാമെന്ന് കരുതി. പച്ച പിടിക്കാനുള്ള പുതിയൊരു പദ്ധതിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നമ്മൾ തിരുനെൽവേലിയിൽ ബൾക്കായി കുറച്ച് സ്ഥലം വാങ്ങുന്നു. അതിന്റെ ആധാരം ലോഡ് ഇഷ്ട ബാങ്കിൽ കൊണ്ട് പ്ലഡ് ചെയ്ത് ആ കാശ് കൊണ്ട് തെങ്കാശിൽ മിണ്ടി പോരും. നിന്റെ ഐഡിയകളെ കുറിച്ച് ഒരു അക്ഷരം മിണ്ടി പോരും. പിന്നെ നീ എന്ത് ചെയ്യാൻ പോകുന്നു? ഇത്രയും കാലം നമ്മുടെ പ്ലാൻ അനുസരിച്ചല്ലേ ചെയ്തത്. ഒരു മെച്ചം ഉണ്ടായില്ലല്ലോ. ഇനി അമ്മയുടെ ആഗ്രഹപ്രകാരം ഒരു വൈദ്യശാല തുടങ്ങാൻ തീരുമാനിച്ചു.